morning, dear students. Welcome to 15th session of our subject English for Communication. Today we are going to cover the second module, that is Towards Tomorrow. The corpus that we are going to cover today, that is The Watery Place. It is written by Isaac Asimov. Isaac Asimov, 1920 to 1992, is a Russian-born American writer, scientist and biochemist. The Watery Place is a short story first published in October 1956 issue of Satellite Science Fiction. വാട്ടറി പ്ലേസ്, വെള്ളമുള്ള സ്ഥലം എന്നാണ് അർത്ഥം. ഐസക് അസിമോവ് ആണ് എഴുതി. അദ്ദേഹം റഷ്യൻ ബോൺ അമേരിക്കൻ റൈറ്ററാണ്. നമുക്ക് ന്യൂ വേർഡ്സ് ആൻഡ് മീനിങ് നോക്കാം. എക്സ്ട്രാ ടെറസ്ട്രിയൽസ്, ഫ്രം ഔട്ട്സൈഡ് ദി എർത്ത് ഓർ ഇറ്റ്സ് അറ്റ്മോസ്ഫിയർ, ദാറ്റ് ഈസ് അലിയൻസ്. എക്സ്ട്രാ ടെറസ്ട്രിയൽസ് പറഞ്ഞു കഴിഞ്ഞാൽ അന്യഗ്രഹ ജീവികൾ, മറ്റു ഗ്രഹങ്ങളിൽ നിന്ന് വന്ന ആൾക്കാർ എന്നാണ് അർത്ഥം വരിക. അലിയൻസ് എന്നും പറയും അവരെ. ഷെറീഫ്, ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഇൻ എ കൺട്രി ഹാവിങ് വേരിയസ് പവേഴ്സ്. കൺട്രിയിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്, വേരിയസ് പവേഴ്സ് ഉള്ള ആൾ. ഓക്കെ. ആസേ, ദ ടെസ്റ്റിംഗ് ഓഫ് എ മെറ്റൽ ഓർ ടു ഡിറ്റർമിൻ ഇറ്റ്സ് ഇൻഗ്രീഡിയൻസ് ആൻഡ് ക്വാളിറ്റി. മെറ്റൽ അല്ലെങ്കിൽ ഓർ, അതിൻ്റെ ഇൻഗ്രീഡിയൻസ്, അതിൻ്റെ കണ്ടൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ ക്വാളിറ്റി മെഷർമെൻ്റ് ആണ് ആക്ച്വലി ഉദ്ദേശിക്കുന്നത് ആസേ കൊണ്ട്. ഫ്ലൈയിങ് സോസർ, എ ഡിസ്ക് ഷേപ്ഡ് ഫ്ലൈയിങ് ക്രാഫ്റ്റ് സപ്പോസിറ്റ്ലി പൈലറ്റഡ് ബൈ ഫോറിൻ ക്രിയേച്ചേഴ്സ്. പറക്കും തളിക എന്ന് മലയാളത്തിൽ പറയും. UFO, ദാറ്റ് ഈസ് അൺഐഡൻറ്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്റ്റ്. കോംപ്ലക്സിയൻ, ദ നാച്ചുറൽ കളർ, ടെക്സ്ചർ ആൻഡ് അപ്പിയറൻസ് ഓഫ് എ പേഴ്സൺ സ്കിൻ. മനുഷ്യൻ്റെ സ്കിന്നിൻ്റെ കളറിനെയാണ് കോംപ്ലക്സിയൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഐസൊലേറ്റഡ്, ഫാർ അവേ ഫ്രം അതർ പ്ലേസസ്, ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലം അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ബിൽഡിങ്, ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പീസ്, വേർഡിൻ്റെ അർത്ഥം ഈച്ച്, ഓരോരുത്തരും എന്നർത്ഥം വരും. സ്പിറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ ടു അട്ടർ, എന്താ വെച്ചാൽ പറഞ്ഞു തുലയ്ക്കൂ എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്പിറ്റ് ഔട്ട്. സ്പിറ്റ് ചെയ്യാന്ന് വെച്ചാൽ തുപ്പാണ്. സ്പിറ്റ് ഔട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടു അട്ടർ, എന്താ വെച്ചാൽ പറയൂ എന്നുള്ള ഒരു വെറുപ്പോടുകൂടി പറയുന്നതാണ്. നോ ഗോ ടു പീസസ്, ബിക്കം വെരി അപ്സെറ്റ് ഓർ നെർവസ്, പെട്ടെന്ന് അപ്സെറ്റ് ആവുക, അങ്ങനെയുള്ളതാണ് ഗോ ടു പീസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗേർഡിൽ, ടു ടൈ അറൗണ്ട്, കെട്ടിവെക്കുക എന്നർത്ഥം വരും ഗേർഡിൽ. വെനൂഷ്യൻ, എ പേഴ്സൺ ഫ്രം വീനസ്. വീനസിൽ നിന്നുള്ള ആൾക്കാരെയാണ് പൊതുവെ വെനൂഷ്യൻ എന്ന് പറയുന്നത്. വീനസ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രഹമാണ്. ആക്ച്വലി നമ്മൾ മലയാളത്തിൽ അതിന് ശുക്രൻ എന്ന് പറയും, ശുക്രഗ്രഹം. ഓക്കെ. നോ വെനീസ്, എ ടൗൺ ഇൻ ഇറ്റലി വേർ പീപ്പിൾ യൂസ് കനാൽസ് ഇൻസ്റ്റെഡ് ഓഫ് റോഡ്സ് ഫോർ ട്രാവലിംഗ്. ഇറ്റലിയിലെ ഒരു ടൗണാണ് വെനീസ്. അവിടെ ധാരാളം വെള്ളവും കനാൽസൊക്കെ ഉള്ളതാണ്. അപ്പോൾ അവിടെ റോഡ് മാർഗത്തിനെക്കാട്ടിലും ഉപയോഗിക്കുന്ന ജലമാർഗ്ഗമാണ്. സ്റ്റോറിയിലോട്ട് മൂവ് ചെയ്യണം നമ്മൾ. വി ആർ നെവർ ഗോയിങ് ടു ഹാവ് സ്പേസ് ട്രാവൽ. നമ്മൾക്ക് ഒരിക്കലും ഇനി സ്പേസ് ട്രാവൽ സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. പറയുന്നത് ഓതറാണ് സ്പീച്ച് ചെയ്യുന്നത് ഇവിടെ. വാട്ട് ഈസ് മോർ, നോ എക്സ്ട്രാ ടെറസ്ട്രിയൽസ് വിൽ എവർ ലാൻഡ് ഓൺ എർത്ത്, അറ്റ്ലീസ്റ്റ് നോട്ട് എനി മോർ. എന്ത് പറയാനാണ്, ഇനി അന്യഗ്രഹ ജീവികളൊന്നും ഇനി ഇവിടെ ലാൻഡ് ചെയ്യില്ല, ഇനി മുതലെങ്കിലും ലാൻഡ് ചെയ്യില്ല. ഇങ്ങനെയൊക്കെ പറയുമെങ്കിൽ ഐ എം നോട്ട് ജസ്റ്റ് ബീയിങ് എ പെസ്സിമിസ്റ്റ്, ഞാനൊരു പെസ്സിമിസ്റ്റ് ആയതുകൊണ്ടൊന്നല്ല അത് പറയുന്നത്. എന്താണ് പെസ്സിമിസ്റ്റ് എന്ന് പറഞ്ഞാൽ ദോഷവശങ്ങൾ മാത്രം കാണുന്ന ആൾക്കാർ. ഞാൻ അതുകൊണ്ടൊന്നല്ല അങ്ങനെ പറയുന്നത്. ആസ് എ മാറ്റർ ഓഫ് ഫാക്ട്, സത്യം പറയുകയാണെങ്കിൽ സ്പേസ് ട്രാവൽ ഈസ് പോസിബിൾ. സ്പേസ് ട്രാവൽ പോസിബിളാണ്. എക്സ്ട്രാ ടെറസ്ട്രിയൽസ് ഹാവ് ലാൻഡഡ്, അന്യഗ്രഹ ജീവികൾ ഇവിടെ നിന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഐ നോ ദാറ്റ്, എനിക്കറിയാം. സ്പേസ് ഷിപ്സ് ആർ ക്രോസിങ് സ്പേസ് എമംഗ് എ മില്യൺ വേൾഡ്സ്. സ്പേസ് ഷിപ്സൊക്കെ മില്യൺ വേൾഡുകളിലേക്ക് പോയിട്ടുണ്ട്. ബട്ട് വി വിൽ നെവർ ജോയിൻ ദം, നമ്മളതിലൊന്നും ജോയിൻ ചെയ്തിട്ടില്ല. ദിസ് ഈസ് ബിക്കോസ് ഓഫ് എ സില്ലി മിസ്റ്റേക്ക്. ഇതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ അതൊരു സില്ലി മിസ്റ്റേക്കാണ്, ഒരു വ്യക്തിയുടെ സില്ലി മിസ്റ്റേക്കാണ്. ആ കഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഐ വിൽ എക്സ്പ്ലെയിൻ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓതറാണ് പറയുന്നത്. ഐ വിൽ എക്സ്പ്ലെയിൻ. ഇറ്റ് വാസ് ആക്ച്വലി ബാർട്ട് കാമറോൺസ് മിസ്റ്റേക്ക്. അത് ആക്ച്വലി ബാർട്ട് കാമറോൺ എന്ന് പറഞ്ഞ ആളുടെ ഒരു മിസ്റ്റേക്കായിരുന്നു. ആരാണ് ബാർട്ട് കാമറോൺ? ഹി ഈസ് ദ ഷെറീഫ് അറ്റ് ട്വിൻ ഗൾച്ച്, USA. USA ട്വിൻ ഗൾച്ച് എന്ന സ്ഥലത്തെ ഷെറീഫാണ് അദ്ദേഹം. ആൻഡ് ആം ഹിസ് ഡെപ്യൂട്ടി. ഈ കഥ പറയുന്ന ആൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഡെപ്യൂട്ടിയാണ്. ബാർട്ട് ഈസ് ആൻ ഇംപേഷ്യൻ്റ് മാൻ, എസ്പെഷ്യലി വെൻ ഹി ഈസ് വർക്കിംഗ് ഓൺ ഹിസ് ഇൻകം ടാക്സ് ഫോംസ്. ബാർട്ട് കാമറോൺ എന്ന് പറഞ്ഞ ആൾ വളരെ ഇംപേഷ്യൻ്റാണ്, അക്ഷമനാണ് എപ്പോൾ. അദ്ദേഹത്തിൻ്റെ ഇൻകം ടാക്സ് ഫോംസുമായിട്ട് വർക്കൗട്ട് ചെയ്യണ സമയത്താണെങ്കിൽ വളരെ ഇംപേഷ്യൻ്റാണ്. യു സി, നിങ്ങൾ നോക്കൂ, ബിസൈഡ്സ് ബീയിങ് ഷെറീഫ് എന്നതിന് പുറമെ ഹി ആൾസോ ഓൺസ് ആൻഡ് റൺസ് എ ജനറൽ സ്റ്റോർ. അദ്ദേഹം ഒരു ജനറൽ സ്റ്റോർ റൺ ചെയ്യുന്നുണ്ട്. He has got some shares in a sheep ranch.
ഷീപ്പ് റാഞ്ചിൽ അദ്ദേഹത്തിന് കുറച്ച് ഷെയർസ് ഉണ്ട്. ആക്ച്വലി അത് ഒരു കളിസ്ഥലമാണ് ആക്ച്വലി ഷീപ്പ് റാഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹീ ഡസ് എ ബിറ്റ് ഓഫ് ആസേ വർക്ക്, കുറച്ച് ആസേ വർക്കൊക്കെ അദ്ദേഹം ചെയ്യുന്നുണ്ട്, മെറ്റലിൻ്റെ പ്യൂരിറ്റി ചെക്കും ഇതൊക്കെ ചെയ്യുന്നത്. ഹി ഹാസ് ഗോട്ട് എ കൈൻഡ് ഓഫ് പെൻഷൻ ഫോർ ബീയിങ് എ ഡിസാബിൾഡ് വെറ്ററൻ. അദ്ദേഹം സർവീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ചില അംഗവൈകല്യം, ബാഡ് നീ, കാൽമുട്ട് എന്തോ പരിക്ക് വന്ന് അവിടുന്ന് പെൻഷൻ പറ്റിയതാണ് അദ്ദേഹം. അപ്പോൾ ബാഡ് നീ കാരണം, അപ്പോൾ അദ്ദേഹം വെറ്റർ എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് അർത്ഥമുള്ളൂ. ആൻഡ് എ ഫ്യൂ അതർ തിങ്സ് ലൈക്ക് ദാറ്റ്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, ഒരുപാട് ഇൻകം അദ്ദേഹത്തിനുണ്ട്. നാച്ചുറലി ഇറ്റ് മേക്സ് ഹിസ് ടാക്സ് ഫിഗേഴ്സ് കോംപ്ലിക്കേറ്റഡ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ടാക്സ് ഫിഗേഴ്സ് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്, ഇൻകം വളരെ കൂടുതലാണെന്ന് അർത്ഥം. സോ ഇറ്റ് ഈസ് ടു ബാഡ് ദ ഫ്ലൈയിങ് സോസർ ലാൻഡഡ് ഓൺ April 14, 1956 വെൻ ഹി വാസ് ഇൻ ദ മിഡിൽ ഓഫ് ഫില്ലിങ് ഹിസ് ടാക്സ് ഫോംസ്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ടാക്സ് ഫോംസ് ഫില്ല് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് April 14, 1956 വന്ന് ഫ്ലൈയിങ് സോസർ അല്ലെങ്കിൽ പറക്കും തളിക വന്ന് ലാൻഡ് ചെയ്തത്. ഐ സോ ഇറ്റ് ലാൻഡ്, ഞാനത് കണ്ടു, വന്ന് ലാൻഡ് ചെയ്യുന്നത് ഞാൻ കണ്ടു. ഇറ്റ് ലുക്ക് ലൈക്ക് എ ഷൂട്ടിംഗ് സ്റ്റാർ അറ്റ് ഫസ്റ്റ്, പെട്ടെന്ന് എനിക്ക് തോന്നി ഷൂട്ടിംഗ് സ്റ്റാർ ആണോ എന്ന് തോന്നി. ദെൻ ദ ലൈൻ ഓഫ് ലൈറ്റ് ലുക്ക് ലൈക്ക് എ റോക്കറ്റ് മാരിയും തോന്നി. ഇറ്റ് കെയിം ഡൗൺ സ്വീറ്റ്, സ്റ്റഡി ആൻഡ് വിത്തൗട്ട് എ സൗണ്ട്, വളരെ സ്വീറ്റായിട്ട് സ്റ്റഡി ആയിട്ട് ഒരു സൗണ്ടും ഇല്ലാതെയാണ് താഴോട്ട് വന്നത്. ടു മെൻ ഗോട്ട് ഔട്ട്, അന്ന് രണ്ടുപേര് പുറത്തോട്ട് വന്നു. ഐ കുഡിൻറ്റ് സേ എനിത്തിങ് ഓർ ഡു എനിത്തിങ്, എനിക്കൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല, പറയാനുണ്ടായിരുന്നില്ല. ഐ ജസ്റ്റ് സാറ്റ് ദർ, ഞാനത് നോക്കിയിരിക്കുകയായിരുന്നു. കാമറോൺ, എന്താണ് കാമറോൺ ചെയ്തതെന്നാണ് അവിടെ ഫർദർ ചോദിക്കുന്നത്. ഹി നെവർ ലുക്ക്ഡ് അപ്പ്, അദ്ദേഹം തല ഉയർത്തി നോക്കിയതേയില്ല. ദർ വാസ് എ നോക്ക് ഓൺ ദ ഡോർ വിച്ച് വാസിൻറ്റ് ലോക്ക്ഡ്, അപ്പോൾ ഡോറിലൊരു തട്ട് കേട്ടു, ശബ്ദം കേട്ടു, മുട്ടുന്നത്. അത് ലോക്കഡ് അല്ലായിരുന്നില്ല. ഇറ്റ് ഓപ്പൺഡ് ആൻഡ് ദ ടു മെൻ ഫ്രം ദ ഫ്ലൈയിങ് സോസർ സ്റ്റെപ്ഡ് ഇൻ. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും ഡോർ തള്ളി തുറന്ന് ഉള്ളിലോട്ട് വന്നു. ഐ വുഡ് ഹാവ് തോട്ട് ദേ വർ സിറ്റി ഫെല്ലോസ് ഇഫ് ഐ ഹാഡിൻറ്റ് സീൻ ദ ഫ്ലൈയിങ് സോസർ ലാൻഡ്. ആ ഫ്ലൈയിങ് സോസർ ലാൻഡ് ചെയ്യുന്നതും അവിടുന്ന് രണ്ടുപേർ പുറത്തിറങ്ങുന്നത് ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ വിചാരിക്കുമായിരുന്നു ഏതോ സിറ്റിയിൽ നിന്ന് വന്ന രണ്ടുപേരാണ് എന്നുള്ളത്. കാരണം അതേമാതിരി തന്നെയായിരുന്നു ഒരു ഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദേ വോർ ഡാർക്ക് സ്യൂട്ട്സ് ആൻഡ് ബ്ലാക്ക് ഷൂസ്. ദേ ഹാഡ് ഡാർക്ക് കോംപ്ലക്സിയൻ, ഇരുണ്ട കളറായിരുന്നു സ്കിന്നിനുണ്ടായിരുന്നത്. ബ്ലാക്ക് വേവി ഹെയർ ആൻഡ് ബ്രൗൺ ഐസ്. ദേ ഹാഡ് വെരി സീരിയസ് ലുക്സ് ഓൺ ദെയർ ഫേസസ്, ഫേസിൽ വളരെ സീരിയസ് ലുക്കായിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് വേർ എബൌട്ട് 5'10" എ പീസ്, 5 അടി 10 ഇഞ്ച് എ പീസ്, ഓരോരുത്തർക്കും, ഇതിന് രണ്ടുപേരിലും ഓരോരുത്തർക്കും 5 അടി 10 ഇഞ്ച് ഉയരമായിരുന്നു ഉണ്ടായിരുന്നത്. ദേ ലുക്ക്ഡ് വെരി മച്ച് അലൈക്ക്, കാണാൻ ഏതാണ്ട് ഒരുമാതിരി തന്നെയായിരുന്നു. ഗോഡ്, ഐ വാസ് സ്കെയ്ഡ്, ദൈവമേ ഞാൻ പേടിച്ചുപോയി. ബട്ട് കാമറോൺ ജസ്റ്റ് ലുക്ക്ഡ് അപ്പ് വെൻ ദ ഡോർ ഓപ്പൺഡ് ആൻഡ് ഫ്രൗണ്ട്. ഡോർ ഓപ്പൺ ചെയ്ത് അദ്ദേഹം നോക്കിയതിനകത്ത് അദ്ദേഹം ജസ്റ്റ് നോക്കിയിട്ട് ഒന്ന് പെറുപെറുത്തു, ഫ്രൗൺ. ഹീ സെഡ് ഇംപേഷ്യൻ്റ്ലി, അക്ഷമയോടുകൂടി അദ്ദേഹം പറഞ്ഞു, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു ഫോക്സ്, എന്താണ് നിങ്ങൾക്ക് ഞാൻ ചെയ്തു തരാൻ പറ്റുക. ഫോക്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അവഗണനയോടുള്ള ഒരു സ്പീച്ചായിരുന്നു അത്. വൺ ഓഫ് ദ ടു സ്റ്റെപ്പ്ഡ് ഫോർവേഡ്, വന്ന രണ്ടിൽ ഒരാൾ ഒന്ന് മുമ്പോട്ട് വന്ന് സംസാരിച്ചു. ഹീ സെഡ്, വി ഹാവ് വാച്ച്ഡ് യുവർ പീപ്പിൾ ഫോർ എ ലോങ് ടൈം, നിങ്ങൾ ആൾക്കാരെ കുറേ ആയിട്ട് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഹീ പ്രൊനൗൺസ് ഈച്ച് വേർഡ് കെയർഫുള്ളി, ഓരോ വേർഡും വളരെ കെയർഫുള്ളായിട്ടായിരുന്നു അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. വി ഹാവ് ചോസൺ ദിസ് ലൊക്കാലിറ്റി ഫോർ അവർ ഫസ്റ്റ് മീറ്റിംഗ് ബിക്കോസ് ഇറ്റ് ഈസ് ഐസൊലേറ്റഡ് ആൻഡ് പീസ്ഫുൾ. ഈ ലൊക്കാലിറ്റി ഞങ്ങൾ തിരഞ്ഞെടുക്കാൻ കാരണം, നമ്മുടെ ഫസ്റ്റ് മീറ്റിങ്ങിനായിട്ട് ഈ ലൊക്കാലിറ്റി തിരഞ്ഞെടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏരിയ വളരെ ഐസൊലേറ്റഡ് ആണ്, ഒറ്റപ്പെട്ടതാണ്. ആൻഡ് പീസ്ഫുൾ, വളരെ ശാന്തവുമാണ്. ഓക്കെ, നൗ വി നോ ദാറ്റ് യു ആർ ദ ലീഡർ ഹിയർ, ഞങ്ങൾക്കറിയാം നിങ്ങൾ ഇവിടുത്തെ ലീഡറാണ് എന്നുള്ളത്. ഐ ആം ദ ഷെരീഫ്, അപ്പോൾ അദ്ദേഹത്തിന് മറുപടി പറയുകയാണ്, ഐ ആം ദ ഷെരീഫ്. ഇഫ് ദാറ്റ് വാട്ട് യു മീൻ, സോ സ്പിറ്റ് ഇറ്റ് ഔട്ട്. വാട്ട് ഈസ് യുവർ ട്രിബിൾ, ഞാൻ ഇവിടുത്തെ ഷെരീഫാണ്, അതുകൊണ്ട് നിങ്ങളെന്താണ് ഉദ്ദേശിക്കുന്നത്. സോ സ്പിറ്റ് ഇറ്റ് ഔട്ട്, എന്താ വെച്ചാൽ പറഞ്ഞു തോലയ്ക്കൂ. വാട്ട് ഈസ് യുവർ ട്രിബിൾ, എന്താണ് നിങ്ങളുടെ ട്രിബിൾ. അവർ മറുപടി, ഫർദർ, വി ഹാവ് ലേൺഡ് യുവർ ലാംഗ്വേജ് ആൻഡ് വേ ഓഫ് ഡ്രസ്സിങ്, ഞങ്ങൾ നിങ്ങളുടെ ഭാഷയും പഠിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഡ്രസ്സ് ചെയ്യുന്നതെന്നും പഠിച്ചു. വി ഈവൻ ചേഞ്ച്ഡ് അവർ അപ്പിയറൻസസ്, ഞങ്ങളുടെ അപ്പിയറൻസ് പോലും ഞങ്ങൾ ചേഞ്ച് ചെയ്തു. യു കുഡ് സീ ദാറ്റ് കാമറോൺ വാസ് ബിഗിനിങ് ടു അണ്ടർസ്റ്റാൻഡ്, അദ്ദേഹത്തിന് എന്തോ മനസ്സിലായി എന്ന് പറഞ്ഞമായി തോന്നി. അദ്ദേഹം പറയുകയാണ് ഫർദർ, ഹീ സെഡ്, യു ഗൈസ് ഫോറിനേഴ്സ്, ഓ നിങ്ങൾ ഫോറിനേഴ്സാണല്ലേ. കാമറോൺ ഡിഡിൻറ്റ് മച്ച് ലൈക്ക് ഫോറിനേഴ്സ്, അതും ഒരു അവഗണനയോട്, കാരണം ഫോറിനേഴ്സിന് അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നില്ല. ദ മാൻ ഫ്രം ദ സോസർ സെഡ്, സോസറിൽ നിന്ന് വന്ന ആ ഒരാൾ പറഞ്ഞു, ഫോറിനേഴ്സോ, ഇൻഡീഡ് വി ആർ, തീർച്ചയായിട്ടും ഞങ്ങൾ ഫോറിനേഴ്സ് തന്നെയാണ്. വി കം ഫ്രം ദ വാട്ടറി പ്ലേസ് യുവർ പീപ്പിൾ കോൾ വീനസ്, ഞങ്ങൾ വാട്ടറി പ്ലേസ്, നിങ്ങൾ വെള്ളം ഉള്ള സ്ഥലം എന്ന് പറയുന്ന വീനസിൽ നിന്നുമാണ് ഞങ്ങൾ വരുന്നത്.
ഇപ്പോൾ ഫർദർ ലേഖകൻ അല്ലെങ്കിൽ എഴുതുന്ന ആൾ ഓതർ പറയുന്ന ആത്മകഥമാണ് ബ്രാക്കറ്റുള്ളത്. ഐ ഹാഡ് സീൻ ദ ഫ്ലൈയിങ് സോസർ. ഫ്ലൈയിങ് സോസർ വന്ന് ഞാൻ കണ്ടു. ഐ ഹാഡ് സീൻ ഇറ്റ് ലാൻഡ് ചെയ്യുന്നു ഞാൻ കണ്ടു. ഐ ഹാഡ് ടു ബിലീവ് ദീസ്. ഞാനത് ബിലീവ് ചെയ്യണമോ? ദീസ് മെൻ ഓർ ദീസ് സംതിങ്സ് കെയിം ഫ്രം വീനസ്. അവർ വീനസ് നിന്നാണോ വന്നതെന്ന് തോന്നുന്നു. ബട്ട് കാമറോൺ നെവർ ബ്ലിങ്കഡ് ആൻ ഐ. കാമറോൺ അങ്ങനെ എടുത്തൊന്നുമില്ല. അദ്ദേഹം അങ്ങനെ കണ്ണ് ഇമയ്ക്കാതെ പ്രശ്നമൊന്നുമില്ല. ഹി സെഡ്, പറഞ്ഞു, ആൾ റൈറ്റ്, വി ആൾ ഹാവ് ഈക്വൽ റൈറ്റ്സ് റിഗാർഡ്ലെസ് ഓഫ് റേസ്, ക്രീഡ്, കളർ ഓർ നാഷണാലിറ്റി. ശരിയാണ്, ഇവിടെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു എല്ലാവർക്കും ഈക്വൽ റൈറ്റ് ആണുള്ളത്. ഇവിടെ റേസോ അല്ലെങ്കിൽ ക്രീഡോ കളറോ അല്ലെങ്കിൽ ജാതിയോ വർഗ്ഗമോ മതമോ കളറോ നാഷണാലിറ്റി അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. ഞങ്ങൾക്കെല്ലാം ഒരേ ഈക്വൽ റൈറ്റ്സ് ആണ് എല്ലാവർക്കും ഉള്ളത്. ഐ ആം അറ്റ് യുവർ സർവീസ്. ഞാൻ നിങ്ങളുടെ സർവീസിന് ഇവിടെ റെഡിയാണ്. വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? എന്താണ് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത്? ഫർദർ അവർ പറയുന്നതാണ്, അലിയൻസ് പറയാണ്, അല്ലെങ്കിൽ എക്സ്ട്രാ ടെറസ്ട്രിയൽ ഒരാൾ പറയാണ്, വി വുഡ് ലൈക്ക് യു ടു ബ്രിങ് ദ ഇമ്പോർട്ടൻറ്റ് മെൻ ഓഫ് യുവർ കൺട്രി ഹിയർ ഫോർ ഡിസ്കഷൻസ്. ഇവിടുത്തെ നിങ്ങളുടെ പ്രധാനപ്പെട്ട ആൾക്കാരായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. വി വാണ്ട് യു ടു ജോയിൻ അവർ ഗ്രേറ്റ് ഓർഗനൈസേഷൻ. ഞങ്ങളുടെ വലിയ ഓർഗനൈസേഷൻ ഉണ്ട്, അതിൽ ജോയിൻ ചെയ്യാം എന്ന് നിങ്ങളടുത്ത് പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. സ്ലോലി കാമറോൺ ഗോട്ട് റെഡ്. പതുക്കെ അദ്ദേഹത്തിന് ദേഷ്യം വന്നു തുടങ്ങി. അവർ പീപ്പിൾ ജോയിൻ യുവർ ഓർഗനൈസേഷൻ. ഞങ്ങളുടെ ആൾക്കാർ നിങ്ങളുടെ ഓർഗനൈസേഷന് ജോയിൻ ചെയ്യേ. വി ആർ ഓൾറെഡി പാർട്ട് ഓഫ് ദ UN. ഞങ്ങൾ ആൾറെഡി യുണൈറ്റഡ് നേഷൻസിൻ്റെ പാർട്ടാണ്. ആൻഡ് ഗോഡ് നോസ് വാട്ട് എൽസ്. ദൈവത്തിനറിയാം വേറെ എന്തിൻ്റെയൊക്കെ അല്ല എന്നുള്ളത്. ആൻഡ് ഐ സപ്പോസ് ഐ ആം ടു ഗെറ്റ് ദ പ്രസിഡൻറ്റ് ഹിയർ. ഓ, ഞങ്ങളുടെ പ്രസിഡൻറ്റിനെ ഇവിടെ വിളിച്ചു വരുത്താമല്ലേ? റൈറ്റ് നോ, ഇപ്പോൾ തന്നെ വിളിക്കാമല്ലേ? സെൻഡ് എ ഹറിയപ്പ് മെസ്സേജ്. ഞാനൊരു ഹറിയപ്പ് മെസ്സേജ് ചെയ്യാം. ഇതെല്ലാം അവരെ കളിയാക്കിക്കൊണ്ട് അദ്ദേഹം പറയുകയാണ് അവഗണനയോടുകൂടി. ഹി ലുക്ക്ഡ് അറ്റ് മീ വിത്ത് അമേസ്മെൻറ്റ്. ഇതൊക്കെ പറഞ്ഞ് അദ്ദേഹം എന്നെ വളരെ അത്ഭുതത്തോട് നോക്കുകയും ചെയ്തു. ആൻഡ് കാമറോൺ റിയലി വെൻ ടു പീസസ്. കാമറോൺ അങ്ങനെ വളരെ വെൻ ടു പീസസ്. അദ്ദേഹം വളരെ ടെൻസ് അല്ലെങ്കിൽ വളരെ ദേഷ്യം വന്ന മാതിരിയായി. ഹി ബാങ്ഡ് ഹിസ് ഇൻകം ടാക്സ്. വലിച്ചെറിഞ്ഞു ഹിസ് ഇൻകം ടാക്സ് ഫോം ആൻഡ് യെൽ. അതിന് ശേഷം ഷൗട്ട് ചെയ്തു. ഷൗട്ടഡ്, ഐ ഹാവ് നോ ടൈം ഫോർ ഫോറിനേഴ്സ് ഹു ആക്ട് ടു ക്ലവർ. ഫോറിനേഴ്സ് വളരെ ക്ലവറായിട്ട് ഓവർ സ്മാർട്ടായിട്ട് ആക്ട് ചെയ്യുന്ന ഫോറിനേഴ്സിനോട് സംസാരിക്കാൻ എനിക്ക് സമയമില്ല. ഇഫ് യു ഡോണ്ട് ഗെറ്റ് ഔട്ട് ഓഫ് ഹിയർ റൈറ്റ് നൗ. ഇവിടുന്ന് നിങ്ങൾ ഇപ്പോൾ പുറത്ത് പോയില്ല എങ്കിൽ ഐ വിൽ ലോക്ക് യു അപ്പ് ആൻഡ് ഐ വിൽ നെവർ ലെറ്റ് യു ഔട്ട്. ഞാൻ നിങ്ങളെ പിടിച്ച് സെല്ലിൻ്റെ ഉള്ളിലാക്കും. ഇവിടുന്ന് ഫർദർ പുറത്തോട്ട് പോകാൻ ഞാൻ സമ്മതിക്കില്ല. യു വിഷ് അസ് ടു ലീവ്. ഞങ്ങൾ ഇവിടുന്ന് പോകണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? സെറ്റ് ദ മാൻ ഫ്രം വീനസ്. റൈറ്റ് നൗ ഗെറ്റ് ദ ഹെൽ ഔട്ട് ഓഫ് ഹിയർ ആൻഡ് ബാക്ക് ടു വേറെവർ യു കെയിം ഫ്രം. ഇവിടുന്ന് എവിടെ നിന്നാണോ ഏത് നരകത്തിൽ നിന്നാണോ നിങ്ങൾ വന്ന് അവിടത്തോട്ട് തന്നെ തിരിച്ചു പോയിക്കോളൂ. ഐ ഡോണ്ട് വാണ്ട് ടു സീ യു. എനിക്ക് നിങ്ങളെ കാണണമെന്നില്ല. ദ ടു മെൻ ലുക്ക്ഡ് അറ്റ് ഈച്ച് അതർ മേക്കിംഗ് ലിറ്റിൽ ട്വിച്ചസ് വിത്ത് ദെയർ ഫേസസ്. ട്വിച്ചസ്, ചില ഗോഷ്ഠികൾ കൊണ്ട് കാണിച്ചു. ദെൻ ദ വൺ ഹു ഹാഡ് ഡൺ ആൾ ദ ടോക്കിംഗ് സെഡ്. അതുവരെ സംസാരിച്ചിരുന്ന അദ്ദേഹം പറഞ്ഞു ഇദ്ദേഹത്തിനോട്, ഐ ക്യാൻ സീ യു വിഷ് ടു ബി ലെഫ്റ്റ് അലോൺ. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഒറ്റയ്ക്കിരിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് തോന്നുന്നു. ഇറ്റ് ഈസ് നോട്ട് അവർ വേ ടു ഫോഴ്സ് അവർ സെൽസ് ഓൺ പീപ്പിൾ ഹു ഡു നോട്ട് വാണ്ട് us. ഞങ്ങളെ വേണ്ടാത്ത ആൾക്കാരെടുത്ത് സംസാരിക്കണമെന്ന് ഞങ്ങൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. വി വിൽ റെസ്പെക്റ്റ് യുവർ പ്രൈവസി ആൻഡ് ലീവ്. ഞങ്ങളുടെ പ്രൈവസി ഞങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുന്നു, ഞങ്ങൾ പോവുകയാണ്. വി വിൽ നോട്ട് റിട്ടേൺ. ഞങ്ങളിനി തിരിച്ചു വരില്ല. വി വിൽ ഗേർഡിൽ യുവർ വേൾഡ് ഇൻ വാർണിംഗ് ആൻഡ് നൺ വിൽ എൻറ്റർ ആൻഡ് യുവർ പീപ്പിൾ വിൽ നെവർ ഹാവ് ടു ലീവ്. ഞങ്ങൾ നിങ്ങളുടെ വേൾഡിനെ ഞങ്ങൾ ഗർഡിൽ ചെയ്യും. വാർണിംഗ് എന്ന രീതിയിൽ, അവിടേക്ക് പോകരുത് എന്ന രീതിയിൽ ഞങ്ങൾ ഗർഡിൽ ചെയ്യും. ആൻഡ് യുവർ പീപ്പിൾ വിൽ നെവർ ഹാവ് ടു ലീവ്. ഇവിടുന്ന് നിങ്ങൾ ആൾക്കാർക്ക് ഞങ്ങളുടെ ലോകത്തോട്ട് ഇനി വരാൻ കഴിയില്ല. ദ ടേൺഡ് ആൻഡ് ലെഫ്റ്റ്. അതും പറഞ്ഞ് അവർ തിരിച്ച് പോയി. ആൻഡ് ഐ ജസ്റ്റ് ന്യൂ ദാറ്റ് എവറിത്തിങ് ദേ സെഡ് വാസ് ട്രൂ. ഐ വാസ് ലിസണിങ് ടു ദം. ഞാൻ അവരെ ശ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. യു സീ വിച്ച് കാമറോൺ വാസ് ഇൻ. കാമറോൺ അവർ മറ്റുള്ളവരെ ശ്രദ്ധിക്കാനുള്ള സ്വഭാവത്തിൽ ഉണ്ടായിരുന്നില്ല. ബിക്കോസ് ഹി വാസ് ബിസി തിങ്കിങ് ഓഫ് ഹിസ് ഇൻകം ടാക്സ്. കാരണം അദ്ദേഹത്തിന് ഇൻകം ടാക്സ് ഫോംസിൽ ബിസി ആയിരുന്നു. ആൻഡ് വെൻ ദേ ലെഫ്റ്റ്, അവർ പോയ സമയത്ത് ഐ ഗോട്ട് മൈ വോയിസ് ബാക്ക് ടു ലേറ്റ്. അവർ പോയതിന് ശേഷമാണ് എനിക്ക് എൻ്റെ വാക്കുകൾ തിരിച്ച് കിട്ടിയത്. എൻ്റെ ശബ്ദം എനിക്ക് തിരിച്ച് കിട്ടിയത്. ഐ സ്ക്രീം. ഞാൻ കൊച്ചുറക്കെ സംസാരിച്ചു അദ്ദേഹത്തിനോട്, കാമറോൺ എന്ന് വിളിച്ചിട്ട്. കാമറോൺ, ഫോർ ഗോഡ് സേക്ക്, ദേ ആർ ഫ്രം സ്പേസ്. അവർ സ്പേസിൽ നിന്ന് വന്ന ആൾക്കാരായിരുന്നു. വൈ ഡിഡ് യു സെൻഡ് ദം എവേ. അവരെന്തിനാണ് നിങ്ങളങ്ങനെ പറഞ്ഞയച്ചത്? ഫ്രം സ്പേസ്. ഹി സ്റ്റേഡ് അറ്റ് മീ. എന്നെ തുറച്ച് നോക്കിക്കൊണ്ട് അദ്ദേഹം ചോദിച്ചു, ഫ്രം സ്പേസ്, സ്പേസിൽ നിന്നോ? ഐ യെൽഡ്. ഞാൻ ഒന്ന് ഷൗട്ട് ചെയ്തു, ലുക്ക്, ആൻഡ് പുൾ ഹിം ടു ദ വിൻഡോ. ഞാൻ അദ്ദേഹത്തിനെ കൂട്ടി വിൻഡോൻ്റെ അടുത്തേക്ക് വന്നു. വെൻ ഹീ സോ വാട്ട് വാസ് ഗോയിങ് ഓൺ ഔട്ട്സൈഡ് ദ വിൻഡോ ദ ബ്രെത്ത് വെൻറ്റ് ഔട്ട് ഓഫ് ഹിം. പുറത്ത് എന്താണ് സംഭവിക്കുന്നത് കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് ശ്വാസം നിലച്ച മാതിരി തോന്നി. ദോസ് ടു മെൻ വേർ
getting into the flying saucer, and the saucer sat there, large, round, shiny, and powerful. Then it took off like a shooting star, slowly fading out. അതങ്ങനെ ടേക്ക് ഓഫ് ചെയ്ത് പതുക്കെ സ്ലോലി ഫെയ്ഡ് ഔട്ട്, കാണാതായി, അപ്രത്യക്ഷമായി. ആൻഡ് ഐ സെഡ്, ഷെരീഫ്, വൈ ഡിഡ് യു സെൻഡ് ദം എവേ? എന്തിനാണ് ഷെരീഫ് നിങ്ങൾ അങ്ങനെ പറഞ്ഞയച്ചത് അവരെ? ദേ ഹാഡ് ടു സീ ദ പ്രസിഡൻറ്റ്, നമ്മുടെ പ്രസിഡൻറ്റിനെ കാണാനാണ് അവർ വന്നത്. നൗ ദേ വിൽ നെവർ കം ബാക്ക്, അവരിനി ഒരിക്കലും തിരിച്ചു വരികയുമില്ല. കാമറോൺ സെഡ്, ഐ തോട്ട് ദേ വർ ഫോറിനേഴ്സ്, ഞാൻ വിചാരിച്ച ഒരു ഫോറിനേഴ്സാണ് എന്ന്. ആൻഡ് ദേ ടോക്ക്ഡ് ഫണ്ണിലി ആൻഡ് ലുക്ക്ഡ് ഇറ്റാലിയൻ, കണ്ട ഇറ്റാലിയൻസിനെ മാതിരി ഉണ്ടാവുന്നതാണ്, കുറച്ച് ഓവർ സ്മാർട്ടായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഐ തോട്ട് ദേ വർ ഇറ്റാലിയൻ. ഹൗ കുഡ് ദേ ബി ഇറ്റാലിയൻ, അവരെങ്ങനെയാണ് ഇറ്റാലിയൻസ് ആവുക? ഞാൻ ചോദിച്ചു അദ്ദേഹത്തിനോട്. ദേ സെഡ് ദേ വർ ഫ്രം ദ പ്ലാനറ്റ് വീനസ്, അവർ പറഞ്ഞ ഒരു പ്ലാനറ്റ് വീനസ്, ശുക്രനിൽ നിന്ന് വന്ന ആൾക്കാരാണെന്നാണ് അവർ പറഞ്ഞത്. ഐ ഹേർഡ് ദം, ഞാനവർ പറയുന്നത് കേട്ടു. ദേ കാൾഡ് ഇറ്റ് ദ വാട്ടറി പ്ലേസ് ഓഫ് സംതിങ്, വെള്ളം കിടക്കുന്ന സ്ഥലം എന്നോ മറ്റോ എന്നാണ് അവർ പറഞ്ഞത്. യു നോ വീനസ് ഹാസ് എ ലോട്ട് ഓഫ് വാട്ടർ ഓൺ ഇറ്റ്, വീനസിൽ അല്ലെ ശുക്രനിൽ ധാരാളം വെള്ളമുണ്ട്. ബട്ട് യു സീ ഇറ്റ് വാസ് ജസ്റ്റ് ആൻ എറർ, എ സ്റ്റുപ്പിഡ് എറർ ദ കൈൻഡ് എനി വൺ കുഡ് മേക്ക്, അതൊരു എറർ തന്നെയായിരുന്നു, അവരെ അങ്ങനെ പറഞ്ഞു വിടാൻ പാടില്ലായിരുന്നു. ഓൺലി നൗ എർത്ത് ഈസ് നെവർ ഗോയിങ് ടു ഹാവ് സ്പേസ് ട്രാവൽ ആൻഡ് ഓർ ഹാവ് അനദർ വെനൂഷ്യൻ വിസിറ്റേഴ്സ്, ഇനി മുതൽ ഒരിക്കലും ഭൂമിയിലുള്ള ആൾക്കാർക്ക് ഒരിക്കലും മറ്റ് പുറം ലോകത്തോട്ട് സ്പേസിലോട്ട് ട്രാവൽ ചെയ്യാനും കഴിയില്ല. അവിടുന്ന് ഒരു വെനൂഷ്യനും അല്ലെങ്കിൽ ഒരു വീനസ് എന്നുള്ള ആൾക്കാരും അങ്ങോട്ട് വരികയുമില്ല. ദാറ്റ് ഫുൾ കാമറോൺ ആൻഡ് ഹീസ് ഇൻ കൺടാക്ട്സ് ബിക്കോസ് ഹി വിസ്പേർഡ് വീനസ് വെൻ ദേ ടോക്ക്ഡ് അബൌട്ട് ദ വാട്ടറി പ്ലേസ് ഐ തോട്ട് ദേ മെൻറ്റ് വെനീസ്. വീനസ് എന്നോ, അവർ സംസാരിക്കട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് വാട്ടറി പ്ലേസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഐ തോട്ട് ദേ മെൻറ്റ് വെനീസ്, വെനീസ് എന്നാണ് അവർ ഉദ്ദേശിച്ചത് എന്നാണ് ഞാൻ വിചാരിച്ചത്. അത്രയും പറഞ്ഞവിടെ നിൽക്കുകയാണ്, അത്രയേ ഉള്ളൂ, സ്റ്റോപ്പ് ആവുന്നു. അപ്പോൾ നമ്മൾ ഈ ഇതൊന്ന് ജസ്റ്റ് വീഡിയോ ഒന്ന് കൃത്യമായിട്ട് കണ്ടു നോക്കുക. ഇത് ഫുള്ളായിട്ട് എഴുതണമെന്ന് ഞാൻ പറയില്ല, പറ്റുന്നവർ എഴുതിക്കോളൂ, എഴുതി വയ്ക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഫർദർ ഇന്നത്തെ ടാസ്ക് ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 3-4 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് ആൻസർ ചെയ്യാം. അതാണ് ഇന്നത്തെ ടാസ്ക്കായിട്ട് തരുന്നത്. ടാസ്ക് ഫോർ ദ ഡേ, റൈറ്റ് ഡൗൺ ദ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസർ ദം ഇൻ യുവർ ഓൺ വേർഡ്സ് ആൻഡ് സെൻഡ് ഇറ്റ് ടു മീ. നിങ്ങളുടെ സ്വന്തം വേർഡിൽ അത് എഴുതണം. ഓക്കെ, അതാണ് ചെയ്യേണ്ടത്. എന്നിട്ട് അത് എനിക്ക് അയച്ചു തരും വേണം. ഹൗ ഡിഡ് ദ സോസർ ലാൻഡ്, എങ്ങനെയാണ് സോസർ ലാൻഡ് ചെയ്തത്? അടുത്ത ചോദ്യം, സെക്കൻഡ് വൺ, വൈ ഡിഡ് ദേ ചൂസ് ട്വിങ്കിൾസ് ടു മേക്ക് കോൺടാക്ട് വിത്ത് ദി എർത്ത്, ട്വിങ്കിൾസ് എന്ന സ്ഥലത്തെ തിരഞ്ഞെടുക്കാൻ എന്താണ് കാരണം? വാട്ട് ഡസ് ദ വാട്ടറി പ്ലേസ് റെഫർ ടു, വാട്ടറി പ്ലേസ് എന്നുള്ള റെഫർ ചെയ്തത് എന്തിനെയാണ്? വൈ ഡു യു തിങ്ക് ദ ഷെരീഫ് സ്പോക്ക് ഇൻ എ റൂഡ് മാനർ, ഷെരീഫ് വളരെ റൂഡ് മാനറിൽ റഫായിട്ട് സംസാരിക്കാൻ കാരണം എന്താണ് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഇതെല്ലാം ചെയ്യേണ്ടത് സ്വന്തം വേർഡിങ്സിൽ വേണം ഉത്തരങ്ങൾ എഴുതാനായിട്ട്. ഈ 4 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക, ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉണ്ടായിരിക്കണം നിങ്ങളുടെ സ്ക്രിപ്റ്റിൽ. അതെനിക്ക് വാട്സപ്പ് ചെയ്യുക സാധാരണമായിട്ട് തന്നെ. ഓക്കെ, അത്രേ ഉള്ളൂ ഇന്നത്തെ ടാസ്ക്. ചെയ്യേണ്ടത് കഥ, നമ്മളിപ്പോൾ ഇന്ന് കവർ ചെയ്തത് ഒരു കഥയായിരുന്നു, എക്സ്ട്രാ ടെറസ്ട്രിയൽസിനെ പറ്റിയുള്ള കഥ. അവരിവിടെ ഇന്ത്യയിലല്ല സോറി എർത്തിനെ വിസിറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ സമയത്തുള്ള അവിടുത്തെ ട്വിങ്കിൾസിലെ സിഇഒയും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ ആയിരുന്നു. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ബാക്കി അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഇതിന് മുമ്പുണ്ടായിരുന്ന പോർഷൻ്റെ നിറഞ്ഞ ഇതുകൂടിയും ഒന്നിച്ച് നമുക്ക് അടുത്തതിൽ കവർ ചെയ്യാം. ഓക്കെ, ദെൻ ബൈ.